പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസിന് ഇന്ന് നടന്ന സ്കൂൾ തലത്തിൽ നടന്ന ഹയർ സെക്കൻഡറിയുടെ ചോദ്യപേപ്പറാണ്. എല്ലാ കൂട്ടുകാർക്കും എളുപ്പമായിരുന്നുവെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികളാണ് ഇത്? ഉത്തരം കുമാരനാശാൻ. 1857 മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ഏതാണ്? ഉത്തരം മീററ്റ്. ഗാന്ധിജി പങ്കെടുത്ത രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1931. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. 2026 പുറത്തിറങ്ങിയ ഗസയിലെ കുട്ടികൾ എന്ന കഥാസമാഹാരം രചിച്ചത് ആരാണ്? ഉത്തരം ടി പത്മനാഭൻ. അടുത്തത് ആറാമത്തെ ചോദ്യം: ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ നായിക എന്ന വിശേഷണത്തിന് അർഹയായ ധീരവനിത ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. ഏഴാമത്തെ ചോദ്യം: 1964 മെയ് 27 അന്തരിച്ച ഇന്ത്യയുടെ പ്രിയ നേതാവ് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 48. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആകുന്ന ആദ്യ വനിത ആരാണ്? ഉത്തരം സരോജിനി നായിഡു. കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയുടെ പേര് പ്രിയദർശിനി. ഗിരിശൃംഗങ്ങളോളം പഴക്കമുള്ള അഹിംസയും സത്യവും അല്ലാതെ മറ്റൊന്നും എനിക്ക് തരാനില്ല. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം ഗാന്ധിജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത 13ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഏതായിരുന്നു? ഉത്തരം ഗരീബി ഹഠാവോ. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏത്? ഉത്തരം ഫെമിനിച്ചി ഫാത്തിമ. വാഗൺ ട്രാജഡി കൂട്ടക്കുരുതി ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മലബാർ കലാപം. നേരനുഭവങ്ങൾ എന്ന പുസ്തകത്തിലൂടെ തൻ്റെ ജീവിതവും രാഷ്ട്രീയ അനുഭവങ്ങളും പങ്കുവച്ച രാഷ്ട്രീയ നേതാവ് ആരാണ്? ഉത്തരം VD സതീശൻ. വർണ്ണവിവേചനത്തിനെതിരെ 1910 ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ഉത്തരം ടോൾസ്റ്റോയ് ഫാം. 2026 ജൂൺ 2 ആരംഭിച്ച കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ദിന ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ തൂഫാൻ. 19ാമത്തെ ചോദ്യം: സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടൻ്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത ദേശാഭിമാനി ആരാണ്? ഉത്തരം ലാല ലജ്പത് റായ്. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി ഒന്നിച്ച് പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത്? 1916 ലക്നൗ സമ്മേളനം. ടൈ ബ്രേക്ക് ചോദ്യങ്ങൾ: ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ ഓഗസ്റ്റ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രക്ഷോഭം ഏത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ഇന്ത്യയിൽ കമ്പ്യൂട്ടർ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. അടുത്തത് 3ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ അവസ്ഥ ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന അധ്യായം ഉൾക്കൊള്ളുന്ന ഗാന്ധിജിയുടെ പുസ്തകം ഏതാണ്? ഉത്തരം ഹിന്ദ് സ്വരാജ്. USA, മെക്സിക്കോ എന്നിവയ്ക്ക് പുറമെ 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച 3ാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം കാനഡ. ജയ് ജവാൻ ജയ് കിസാൻ എന്നത് ആരുടെ മുദ്രാവാക്യമാണ്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഇത്രയും ചോദ്യങ്ങളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.